ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇങ്ങടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും പ്രചരണ പരിപാടികളുമായി വളരെയധികം തിരക്കിലുമാണ്. എന്നാൽ സർക്കാരോ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള ഒരുക്കത്തിലും. ഇപ്പോഴിതാ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. അതും വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് നൽകുന്നത്. സത്യത്തിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ പെൻഷൻ വർദ്ധിപ്പിച്ച സാഹചര്യം കൂടെ ഒന്ന് നോക്കണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ്. കേരളം ഇത്രയും കടക്കണിയിലായിരിക്കുന്ന സമയത്തും ക്ഷേമ പെൻഷൻ കൂട്ടണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. എന്താ സംശയം? തിരഞ്ഞെടുപ്പ് തന്നെ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള വെറും തന്ത്രം മാത്രമാണിത്. വലിയൊരു തുക കടമെടുത്താണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കടമെടുക്കാതിരിക്കും? അത്രയും വലിയ ധൂർത്താണ് സർക്കാർ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ ഖജനാവ് മൊത്തത്തിൽ അങ്ങ് തൂത്തെടുത്തു. ഇത് പോരാഞ്ഞിട്ട് വൻതുകയുടെ കടമെടുപ്പ്. അതിൽ കൈയിട്ട് വാരാനും കുറെ പേര് കാണും. ഇതോടെ എല്ലാം തീരുമാനമായി. എന്നാൽ ഇത്രയും കടത്തിൽ കേരളത്തെ മുക്കിയിട്ടും ധൂർത്തടിക്ക് മാത്രം യാതൊരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം മുഖ്യന് കാറ് വാങ്ങാൻ വേണ്ടി മാത്രം ധനവകുപ്പ് അനുവദിച്ചത് 1,10,00,000 രൂപയാണ്. അതും 2 കാർ നേരത്തെ തന്നെ ഉണ്ടായിട്ടും വീണ്ടും കാർ വാങ്ങുന്നതിന് വേണ്ടി. ഇതിനൊക്കെ പുറമെ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് കണ്ണട വാങ്ങാനെന്നും പറഞ്ഞ് വലിയ തുക അനുവദിച്ചിരുന്നു. മുഖ്യന്റെയും കുടുംബത്തിന്റെയും ചികിത്സയ്ക്ക് വരെ ജനങ്ങളുടെ പൈസയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഖജനാവ് മൊത്തത്തിൽ കാലിയാക്കി ഇപ്പോൾ ജനങ്ങളെ വീണ്ടും കുപ്പിയിലാക്കാൻ നോക്കുകയാണ്. ഇതൊന്നും കൂടാതെ വേറൊരു പ്രഖ്യാപനവും കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ പാവപ്പെട്ട 35-നും 60-നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും മാസം 1000 രൂപ വെച്ച് നൽകുമെന്ന്. ഒന്നാമതേ കടത്തിലാണ്. അതിനു പിന്നാലെ പറ്റാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വീണ്ടും കേരളത്തെ കടത്തിൽ മുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയം വരെ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ കയറി 10 വർഷമാകുന്നതിന് മുന്നേ തന്നെ 4.5 ലക്ഷം കോടി രൂപയാണ് കടമായി വന്നിട്ടുള്ളത്. ഇനിയും ഇവർ അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ കാര്യം ഒരു തീരുമാനമാകും. ഇതിലും ഭേദം കോൺഗ്രസിന്റെ ഭരണം തന്നെയാണ്. നിരവധി കാരുണ്യ പ്രവൃത്തികളാണ് കോൺഗ്രസ് ഭരണകാലത്ത് നടത്തിയിരുന്നത്. എന്നാൽ ആഡംബരം കാണിച്ച് പൈസയെല്ലാം തീർത്ത ഇടതുപക്ഷ സർക്കാർ എല്ലാ കാരുണ്യ പ്രവൃത്തികളും നിർത്തലാക്കി. ജനങ്ങളെ ഇനി പറ്റിക്കാമെന്ന് കരുതേണ്ട. അവർ ഇനി വിവേകത്തോടെ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ.